ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക നന്മകൾ നിറഞ്ഞ ഒരു നല്ല ദിവസമായി തീരേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 12-ാം വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്ന തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. തിരുവചനം കേൾക്കേണ്ടതിന്, വചനം ഏറ്റെടുക്കേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കാം. യഹോശാഫത്ത് ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന വരികളാണ് ഈ പ്രഭാതത്തിൽ നാം വായിച്ചത്. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആമേൻ. 4 ഭാഗത്തു നിന്നും ശത്രു ഒരുമിച്ച് ഒന്നായി കൂട്ടുകെട്ടുണ്ടാക്കി യഹോവശാപത്തിനെയും ദൈവജനത്തെയും തകർത്ത് കളയേണ്ടതിന് ഒരുമിച്ച് വലിയൊരു സമൂഹമായിട്ട് ദൈവജനത്തിന് നേരെ കയറി വരുമ്പോൾ യഹോശാഫത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന വരികളാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. യഹോശാഫത്ത് പറയുന്നു, ഞങ്ങളുടെ നേരെ വരുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നതല്ല, ഞങ്ങൾ വിളിച്ചു വരുത്തിയതോ വരുത്തി വച്ചതോ അല്ല, ഞങ്ങളുടെ നേരെ കയറി വരുന്ന, ഈ പ്രഭാതത്തിലും ജീവിതത്തിന് നേരെ കയറി വന്ന് പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, എന്നും വേദനകൾ മാത്രം തരുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ, ജീവിതത്തിന് നേരെ വലിയൊരു സമൂഹമായി കയറി വരുന്ന രോഗത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ യഹോശാഫത്തിനെ പോലെ നമ്മുടെ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാനായി കഴിയും. യഹോശാഫത്ത് പറയുന്നു, ഞങ്ങളുടെ നേരെ വരുന്ന, ഞങ്ങളായിട്ട് പോയതല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് നേരെ വരുന്ന, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിന് നേരെ കയറി വന്നുകൊണ്ടിരിക്കുന്ന, ഈ പ്രഭാതത്തിലും വെല്ലുവിളിച്ചുകൊണ്ട് തകർക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിന് നേരെ ഒരു വലിയ സമൂഹമായി ശത്രു, പ്രതികൂലങ്ങൾ, രോഗം, കടഭാരം, പ്രതിസന്ധികൾ ഉയർന്നു വരികയാണോ? നിശ്ചയമായിട്ടും മറുപടി ദൈവകരത്തിലുണ്ട്. മറുപടി നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന. ആമേൻ. 2 കാര്യങ്ങളാണ് യഹോശാഫത്ത് പറയുന്നത്. ഈ സമൂഹത്തോട്, ഈ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. 2-ാമത്തെ കാര്യം, എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയുന്നതുമില്ല. പ്രിയരെ, ഞങ്ങൾക്ക് ശക്തിയില്ല, ബലമില്ല, മുൻപോട്ട് പോകുവാൻ പറ്റുന്നില്ല. കാലുകൾ കുഴഞ്ഞു പോകുന്നു, ഹൃദയം ക്ഷീണിക്കുന്നു, കൈകൾ വിറയ്ക്കുന്നു. മരിച്ചാൽ മതി, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. ഈ പ്രതിസന്ധികളെ ആട്ടി ഓടിക്കുവാൻ, ഈ ശത്രു സൈന്യത്തിൻ്റെ മീതെ ജയം പ്രാപിക്കേണ്ടതിന്, ഈ മല പോലെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ശക്തിയില്ല. ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ആമേൻ ചിന്തിക്കുന്നുവോ? മുൻപോട്ട് പോകുവാനുള്ള ശക്തിയില്ല. മുൻപോട്ട് പോകുവാൻ ശക്തിയില്ല എങ്കിൽ നിശ്ചയമായും തളർന്നു പോകും, കുഴഞ്ഞു പോകും. ആമേൻ. പരാജയപ്പെട്ടു പോകും. പ്രതിസന്ധികളുടെ മുൻപിൽ ഞങ്ങൾക്ക് മുൻപിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. അതിനുള്ള ബലം ഞങ്ങൾക്കില്ല, അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ആരെങ്കിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന, അങ്ങനെ തന്നെ പറയുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവോ? തിരിച്ചറിയുക,
ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ, ബലമില്ല എന്ന് തോന്നുമ്പോൾ, കാലുകൾ കുഴഞ്ഞു പോകുന്നു, ഹൃദയം ക്ഷീണിച്ചു പോകുന്നു എന്ന് തോന്നുമ്പോൾ ദൈവത്തിങ്കലേക്ക് നോക്കാമോ? യഹോശാഫത്ത് ദൈവത്തോട് പറയുകയാണ്, ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽക്കേണ്ടതിന് ഞങ്ങൾക്ക് ശക്തിയില്ല. പ്രശ്നങ്ങളുടെ മുൻപിൽ ഉണർന്നെഴുന്നേറ്റവരെ, പ്രതികൂലങ്ങളെ മുൻപിൽ കാണുന്നവരെ, വഴുവഴുപ്പുള്ള ഇടത്ത് നിൽക്കുന്നത് പോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ, ജീവിതത്തിലെ ശക്തി മുഴുവനും ചോർന്നുപോയി എന്ന് ഹൃദയം കൊണ്ട് പറയുന്നവരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പറയാമോ? ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. യഹോശാഫത്ത് അതാണ് പറഞ്ഞത്, ഈ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. ആമേൻ. ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത നിലയിൽ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരത്തോടെയാണോ ഈ പ്രഭാതത്തിൽ ഉണർന്നത്? യഹോശാഫത്ത് പറയുന്നു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. നമുക്കറിയാം, വലിയ പ്രതികൂലങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ഏത് വഴി പോകണമെന്ന് അറിയാതെ നമ്മൾ കുഴങ്ങിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ വാക്യത്തിനകത്ത് യഹോശാഫത്ത് അത് തന്നെയാണ് പറയുന്നത്. ഒന്ന്, ഈ ശത്രുവിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. രണ്ടാമത്തെ കാര്യം, എന്താണ് ചെയ്യേണ്ടത് എന്ന്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ആമേൻ. ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ഉപജീവന മാർഗത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ, ആമേൻ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇരിക്കുകയാണോ? ഞാൻ പറയാം, നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, ആമേൻ, അറിയുന്നവനുണ്ടല്ലോ, അറിയുന്നവനുണ്ടല്ലോ. പുതിയ നിയമത്തിനകത്തൊരു ഭാഗമുണ്ട്, കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. എന്തു ചെയ്യണമെന്ന് ആ വീട്ടുകാർക്കറിയത്തില്ല. ഞാൻ പറയാം, ആ വിഷയത്തിനകത്ത് ദൈവപുത്രൻ ഇടപെട്ടു. ആമേൻ. കൽപ്പാത്രങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഈ ദൈവപുത്രന്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടു, പ്രിയരെ, പച്ചവെള്ളം വീഞ്ഞായി പോയി. ഞാൻ പറയാം, നിശ്ചയമായിട്ടും എന്തു ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ ഭരമേൽപ്പിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ടറിയുന്നവനാണല്ലോ നമ്മുടെ ദൈവം. ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, നിങ്ങളുടെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകുലരായിട്ടാണോ ഈ പ്രഭാതത്തിലിരിക്കുന്നത്? ദൈവകരങ്ങളിൽ സമ്പൂർണ്ണം വീഴാമോ? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്ത് ചെയ്യണമെന്നറിയാവുന്നവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യഹോശാഫത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ കണ്ണിൻ്റെ മുൻപിൽ വലിയ ശത്രു സൈന്യം, വലിയ സമൂഹമായി ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിന് നേരെ, ഞങ്ങളുടെ രാജ്യത്തിന് നേരെ, ഞങ്ങളുടെ നിലനിൽപ്പിന് നേരെ കയറി വരുന്നുണ്ട്. ഞങ്ങൾ ബലഹീനരാണ്, ശക്തിയില്ലാത്തവരാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രിയരെ, ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിക്കുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ യഹോശാഫത്തിനോട് ചേർന്ന് നമുക്കും പറയാമോ, ഞങ്ങളുടെ കണ്ണ്, ദൈവമേ, സഹായത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി നിങ്കലേക്ക് തിരിയുന്നു. ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ കഴിയുന്ന, ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാൻ കഴിയുന്ന, ദൈവം നമ്മെ കാണുന്ന ഒരു നല്ല പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, നൽകട്ടെ. യഹോശാഫത്ത് പറയുന്നു, ഞങ്ങളുടെ കണ്ണ്
നിങ്കലേക്ക് ഉയർത്തുന്നു. എപ്പോഴാ? ശത്രു കൂട്ടമായി കയറി വരുന്നു. മുൻപിലേക്ക് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഈ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ, പ്രതികൂലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു. ദൈവമുഖത്തേക്ക് നോക്കാമോ? വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാമോ? അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിങ്കലേക്ക് നോക്കാമോ? ഈ പ്രതിസന്ധികൾ മാറുക തന്നെ ചെയ്യും. ഇതൊരനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി തീരും. ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ വെളിപ്പെടുവാനായി തുടങ്ങും. അറിയാമോ, ആ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ യഹോശാഫാത്തും കൂട്ടരും വലിയ ജയത്തിലേക്ക്, വിടുതലിലേക്ക്, അത്ഭുതത്തിലേക്ക് കാൽവയ്ക്കുവാനിടയായി തീർന്നു. ഈ പ്രഭാതം ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട നന്മകളുള്ള നല്ല പ്രഭാതമായി തീരട്ടെ. ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ, ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ. ഈ പ്രഭാതം ഞങ്ങൾ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു നല്ല പ്രഭാതമാക്കി തീർക്കും. കർത്തൃകര ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ഈ പ്രഭാതം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.